أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام إن الله لا يخفى عليه شيء في الأرض ولا في السماء هو الذي يصوركم في الأرحام كيف يشاء. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുത്തുപറമ്പിൻ്റെ ഹൃദയഭാഗമായ ഈ പ്രദേശത്ത് സാഗോദമി പ്രഭാഷണം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി വന്നു ചേർന്നിട്ടുള്ള ബഹുമാന്യരെ, പ്രിയങ്കരരായ ഇസ്ലാഹി പ്രവർത്തകരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുന്നതിന് വേണ്ടി വന്നു ചേർന്നിട്ടുള്ള പ്രിയങ്കരരായ സഹോദരന്മാരെ, ആധുനിക കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയാവതരണമാണ്
ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത്. മനോഹരമായി സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഒരു വേദിയിലും സദസ്സിലുമാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വിഷയം പ്രഭാഷണത്തിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അനുകൂലമായ പ്രതികൂലമായ അവസ്ഥാവിശേഷങ്ങൾ സൃഷ്ടിക്കപ്പെടുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും മതപരമായ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ, അതും കൂത്തുപറമ്പ് പോലെയുള്ള ഒരു പ്രദേശത്ത് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ പ്രതിഷേധിക്കുകയും മനസ്സിൽ എതിർപ്പ് തോന്നുകയും ചെയ്യുക സ്വാഭാവികമാണ്. എന്റെ പ്രിയങ്കരായ സഹോദരന്മാരോട് എനിക്ക് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ള കാതലായ വശം, അറിവ് വളരെ പ്രധാനമാണല്ലോ ലോകത്ത്. ആരെ സംബന്ധിച്ച് നമുക്ക് അറിവില്ലയോ അവരെ സംബന്ധിച്ച് നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. നമ്മൾ വളരെയേറെ അടുത്തറിഞ്ഞ ഒരാളെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് അയാളുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും നമുക്കറിയാം. അങ്ങനെയുള്ള ഒരാളെ പറ്റി ഒരാൾ മോശമായി സംസാരിക്കുമ്പോൾ നമുക്ക് കോപം തോന്നുക സ്വാഭാവികമാണ്. നീ മനസ്സിലാക്കിയതുപോലെയല്ല ആ വ്യക്തി എന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിശദീകരിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. സഹോദരങ്ങളെ, മതത്തെ സംബന്ധിച്ചും ദൈവത്തെ സംബന്ധിച്ചും ദൈവത്തിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ചുമൊക്കെയുള്ള സംസാരങ്ങൾ ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കപ്പെടുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ സവിശേഷത, ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. എത്ര മതങ്ങൾക്ക് അഭയം നൽകിയ ഒരു സംഗമസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള മതിപ്പും ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരെ മനോഹരമായി നിലനിൽക്കുന്ന കാഴ്ചപ്പാടുകളാണ്. എത്രയോ മതദർശനങ്ങളും മതാചാര്യന്മാരുമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശേഷ ഇപ്പോൾ ഇതാ മാതാ അമൃതാനന്ദമയുടെ 57ാം വാർഷികം കൊണ്ടാടുകയാണ് നമ്മുടെ നാടുകളിൽ. ലക്ഷോപലക്ഷം ആളുകൾ അവരെ അംഗീകരിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ നാടുകളിലുണ്ട്. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വവും ഓരോ സ്വഭാവവും സംസ്കാരവും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മദർ തെരേസ ഒരു വലിയ കഥാപാത്രമായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. മദർ തെരേസ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമായിട്ടാണ് ലോകം മദർ തെരേസയെ കാണുന്നത്. പക്ഷേ ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ മദർ തെരേസക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു നല്ല മാതാവാകാൻ മദർ തെരേസക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു നല്ല മരുമകളാകാൻ മദർ തെരേസക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു നല്ല അമ്മൂമ്മയാകാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വളരെ വ്യക്തം. ജീവിതത്തിൽ ജീവകാരുണ്യ മേഖലയിൽ അവർ പ്രത്യേകമായി പ്രവർത്തിക്കുകയും ആ മേഖലയിൽ അവർ അറിയപ്പെടുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്മയായി മാനവകുലം അവതരിപ്പിക്കുന്ന എല്ലാ തലങ്ങളിലും ഒരുപോലെ മാനവരാശിക്ക് മാതൃകയാകുകയും നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത വല്ല ആചാര്യനും ലോകത്തുണ്ടോ? വാശിയില്ലാതെ പഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ആചാര്യന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട്, നായകന്മാരെ കേട്ടിട്ടുണ്ട്, വിപ്ലവ ആവേശം ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകൾ. ഇപ്പൊ ചെഗുവേരയെ ആവേശ വിപ്ലവകാരിയായി സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാർമാക്സിനെയും എംഗൽസിനെയും ലെനിനെയും ഒക്കെ സ്വീകരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. മഹാത്മാഗാന്ധി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ ഇച്ഛാശക്തി കൊണ്ട് പടപൊരുതിയ മഹാനായകൻ എന്ന നിലയിൽ മഹാത്മാഗാന്ധിയെ കാണുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ ശബ്ദിച്ച് ഇച്ഛാശക്തി കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട, ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു മഹാനുഭാവനാണ് മഹാത്മാഗാന്ധി.
ദ്വാപരയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് കലിയുഗത്തെക്കുറിച്ച് സംസാരിക്കുകയും അവിടെയാണ് നമ്മളെന്ന് വിചാരിക്കുകയും ചെയ്യുന്നിടത്ത് ഇന്ത്യയിലെ യുഗപുരുഷന്മാരായി നാം അംഗീകരിക്കുന്ന ഒരുപാട് ആളുകൾ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകൾ ഉണ്ടാവാൻ ലോകത്ത് നമുക്കറിയാവുന്നതാണ്. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും വിമർശിക്കുന്നവരും സ്വീകരിക്കുന്നവരും ലോകത്തുണ്ടാവാം. അങ്ങനെ ഏതേത് നായകന്മാരെയും ഏതേത് നേതാക്കന്മാരെയും അനുകൂലിക്കുന്നവരും അംഗീകരിക്കുന്നവരും സ്വീകരിക്കുന്നവരും തിരസ്കരിക്കുന്നവരും എല്ലാമുണ്ട് നമ്മുടെ ലോകഘടനയിൽ എന്ന് നമ്മൾ അറിയും. ഞാൻ ഈ കൂത്തുപറമ്പിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ഈ വിഷയം നിങ്ങളൊന്ന് കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷപാതിത്വമില്ലാതെ, സങ്കുചിതത്വത്തിന്റെ ഭാവങ്ങളില്ലാതെ, ധർമാധർമ്മ ബോധങ്ങളുടെയും ന്യായാന്യായങ്ങളുടെയും സത്യവചനാമൃതങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ചില കാര്യങ്ങളൊന്ന് കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തുകയും പഠിക്കുകയും മാറ്റുരച്ചു നോക്കുകയും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം നായകന്മാരെ താരതമ്യം ചെയ്തു നോക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു വ്യക്തിയെ കുറിച്ച് ചരിത്രത്തിൽ ജീവിച്ച് മാതൃക കാണിച്ച്, കൃത്യമായ മാതൃക കാണിച്ച്, ഒരു രാജ്യം ഭരിച്ച് ലക്ഷോപലക്ഷം അനുയായികളെ നയിച്ച് ലക്ഷോപലക്ഷം അനുയായികൾക്ക് മാതൃക കാണിച്ച് ജീവിച്ച് മരിച്ച ഒരു മഹാപ്രവാചകനെ സംബന്ധിച്ച് അറിയുക എന്നാണ് കൂത്തുപറമ്പിലെ എന്റെ ശ്രോതാക്കളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുന്നത്. ബൈലക്സിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവരവരുടെ റൂമുകളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവാം. അവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അപ്പൊ നമ്മുടെ ഒരു വ്യക്തിയെ മഹാനായി കാണുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെ കൊണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, സ്പോർട്സ് താരങ്ങളിൽ ക്രിക്കറ്റ് താരങ്ങളെയോ ഫുട്ബോൾ താരങ്ങളെയോ നിങ്ങൾ എടുത്തു നോക്കൂ. അതിലറിയപ്പെട്ട ഫുട്ബോൾ താരമാണ് റൊണാൾഡോ. അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം വളരെ മോശമാണ്. ലോകത്ത് എല്ലാവർക്കും അറിയാം, വ്യക്തിജീവിതം വളരെ മോശമാണ്. അതെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. 4ലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുകയും പ്രേമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാ ഈ അടുത്ത കാലത്ത് ഫ്രഞ്ച് ടീമിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഫുട്ബോൾ താരം വളരെ മോശമായി, മോറൽ സൈഡ് വളരെ മോശമായിട്ടാണ് കാണുന്നത്. ലോകത്തറിയപ്പെട്ട ക്രിക്കറ്റ് താരങ്ങൾ, ഇന്ത്യയിൽ തന്നെ നമ്മളൊക്കെ പൂവിട്ട് പൂജിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, എന്താ അവർ ലോകത്തിന് നൽകുന്നത്? പന്തടിച്ച് കുറെ മീറ്റർ ദൂരെ പോക്കുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ നല്ലൊരു ഭർത്താവാണോ? ആരെങ്കിലും ലോകത്ത് മാതൃകയുണ്ടോ? നല്ലൊരു ഭർത്താവാണോ? നല്ല ഒരു സാമുദായിക പ്രവർത്തകനാണോ? ജീവകാരുണ്യ പ്രവർത്തകനാണോ? ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാതൃക കാണിക്കുന്ന വ്യക്തിയാണോ? നമ്മൾ ആരും പരിശോധിച്ചിട്ടില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ഒരു നല്ല മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞ നായകനെ തേടിയിട്ടുണ്ടോ ലോകം? നിങ്ങൾ പരിശോധിച്ചോ? ആരെയും നിങ്ങൾ പരിശോധിച്ചോ? രാഷ്ട്രീയ നായകന്മാരെ പരിശോധിച്ചോ? എന്നിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഇതാ ഈ എല്ലാ മേഖലകളിലും മാതൃക കാണിച്ചു, നല്ല മാതൃക കാണിച്ചു, എടുത്തു ഒഴിവാക്കാൻ ഒന്നുമില്ലാത്ത വിധം മാതൃക കാണിച്ചു എന്ന് ചരിത്രത്തിന്റെ നിഴലിൽ ജീവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനെ പറ്റി പറയാൻ നിങ്ങളുടെ പഠനം അനുവദിക്കുമെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയാണ്. ഇത് കേവലമായ ഒരു വാദമല്ല. ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട ആളുകളാണല്ലോ നിങ്ങളിൽ പലരും. രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ ഗിരിപ്രഭാഷണങ്ങൾ അനവധി കേട്ട് പരിചയമുള്ള കേരളത്തിന്റെ മണ്ണിൽ വ്യത്യസ്ത രാഷ്ട്രീയ ഉത്ബുദ്ധതകളുടെ നടുവിൽ ജീവിച്ചുപോയ ആളുകൾ നിലനിൽക്കുന്ന ഒരു മണ്ണിൽ അനവധി സാംസ്കാരിക നായകന്മാരുടെയും കവികളുടെയും കവിതകളും രചനകളും എല്ലാം കണ്ട് തഴമ്പിച്ച് പരിചയിച്ച ആളുകൾ, ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ ONV കുറുപ്പിന് ജ്ഞാനപീഠം അവാർഡ് നേടി അതിന്റെ ഓർമ്മകൾ അഴവറക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇവിടെ ഏതേത് സാഹിത്യകാരനെയും ഏതേത് രാഷ്ട്രീയ നായകനെയും ഏതേത് രാഷ്ട്ര സംവിധാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവനെയും ഏതേത് വിദ്യാഭ്യാസ വിചക്ഷണനെയും ഒരു സമൂഹത്തെയും സമുദായത്തെയും രാഷ്ട്രത്തെയും രൂപപ്പെടുത്തിയെടുത്ത മഹാന്മാരെയും നിങ്ങൾ പരിശോധിക്ക്. സ്വാമി വിവേകാനന്ദൻ നിങ്ങൾക്ക് പരിശോധിക്കാം, ശ്രീനാരായണ ഗുരു നിങ്ങൾക്ക് പരിശോധിക്കാം, യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിശോധിക്കാം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജോർജിനെ വിളിച്ചു നിങ്ങൾ ചോദിക്ക്, ഏലിയാമ്മയെയും സാറാമ്മയെയും വിളിച്ച് യേശുക്രിസ്തു ആരുടെ ഭർത്താവായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചോദിച്ചേ. ഭാര്യയോട് അദ്ദേഹം എങ്ങനെ പെരുമാറി എന്ന് നിങ്ങളൊന്ന് ചോദിച്ചേ.
മക്കളോട് ഈസാ നബി, ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു ഇങ്ങനെ പെരുമാറി എന്ന് നിങ്ങളൊന്ന് പഠിപ്പിച്ചേ. അദ്ദേഹം നയിച്ച കച്ചവട സംഘത്തിന്റെ പേരെന്തായിരുന്നു നിങ്ങളൊന്ന് പറഞ്ഞേ. അദ്ദേഹം ഭരിച്ച രാഷ്ട്ര സംവിധാനം എന്തായിരുന്നു നിങ്ങളൊന്ന് പറഞ്ഞേ. അങ്ങനെ അങ്ങനെ ജീവിതത്തിന്റെ A to Z മേഖലകളിൽ നിങ്ങളൊരു കച്ചവടക്കാരനാണോ? ചോദ്യമാണ്. നിങ്ങളൊരു കച്ചവടക്കാരനാണോ? കച്ചവടത്തിന്റെ നേരുന്നറിയും എന്താ? അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ കച്ചവടം ധർമാധർമ്മങ്ങളിൽ അധിഷ്ഠിതമാണോ? ന്യായാന്യായങ്ങളിൽ അധിഷ്ഠിതമാണോ? കച്ചവടത്തിന്റെ കൊള്ളലാഭങ്ങൾക്കപ്പുറത്ത്, പൂഴ്ത്തിവെപ്പുകൾക്കപ്പുറത്ത്, ആളുകളെ മൂല്യമില്ലാത്ത വസ്തുക്കൾ വിറ്റ് ചൂഷണം ചെയ്യുന്നതിനപ്പുറത്ത് ഒരു നല്ല കച്ചവടത്തിന്റെ നേരുന്നറിയും നിങ്ങൾ ലോകം പഠിച്ചോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു നല്ല ഭർത്താവാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മാതൃക മുഹമ്മദ് നബി മാത്രമാണ്. ഒരു നല്ല മരുമകനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മുഹമ്മദ് നബി നിങ്ങൾക്ക് മാതൃകയാണ്. ഒരു നല്ല പിതാവാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാതൃകയാണ്. ദെൻ നിങ്ങൾ പഠിക്കണം. ഇത് വെറും വാക്കല്ല, ഇത് കേവലം ഒരു ഉടുവായിത്തമല്ല. കൂത്തുപറമ്പിലെ ഉത്ബുദ്ധമായ ഒരു ജനതയുടെ മുമ്പിൽ പറയുന്ന ഒരു മതപ്രബോധകന്റെ ബഡായിയായി നിങ്ങളിതിനെ കാണരുത്. മാറ്റുരച്ചോ ന്യായങ്ങളെ. അതുപോലെ സാഹിത്യ തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ രചനകളെയും ജീവിതത്തെയും നേരെ മുമ്പിൽ വെച്ച് വാദപ്രതിവാദങ്ങൾക്ക്, ന്യായാന്യായങ്ങൾക്ക് സന്നദ്ധതയും തന്റേടവുമുള്ള ആർക്കും തയ്യാറാകാം. ആയുധങ്ങൾക്കപ്പുറത്ത് ആദർശത്തെ നെഞ്ചൂക്കോടെ നേരിടാൻ ധൈര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ, ധൈര്യമുള്ള ഒരു ആദർശത്തിന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, മുഹമ്മദ് നബിക്ക് തുല്യമായി ലോക ചരിത്രത്തിൽ ആദിമ മനുഷ്യൻ മുതൽ ഇന്ന് നിലനിൽക്കുന്നവരെ, ഇനി വരാനിരിക്കുന്ന മനുഷ്യതലമുറ ഒരേ ഒരു വ്യക്തിയെ, ആ മനുഷ്യന് തുല്യമായി നിങ്ങൾക്ക് സാഹിത്യത്തിന്റെ, ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, രാഷ്ട്രത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഏതിലേക്ക് ക്ഷണിക്കുന്നുവോ അതിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറാണ്. അത്ര ഉറപ്പിലാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ഏത് വിഷയവും അതിന് അവധാനത ആവശ്യമാണ്, അതിന് സന്ദർഭവും സാഹചര്യവും ആവശ്യമാണ്, അതിന് ചരിത്രത്തെ അപഗ്രഥന സ്വഭാവത്തോടെ പഠിക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബിയെ വിമർശിക്കുന്ന എല്ലാവരും, അതാരും രാഷ്ട്രീയക്കാരാവാം, ശാസ്ത്രാഹിത്യ പരിഷത്തിന്റെ ആളുകളാവാം, യുക്തിവാദികളാകാം. ലോകത്തൊരൊറ്റ യുക്തിവാദിയും ഖുർആൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഇല്ല. നിങ്ങൾ വിളിച്ചോ കേരളത്തിലെ യുക്തിവാദികളെ. ഈ മണിക്കൂർ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു പഠിപ്പിച്ചു തരാങ്ങൾക്ക്, അയാൾ ഖുർആൻ പഠിച്ചിട്ടില്ല. ലോകത്ത് ഇസ്ലാമിനെ വിമർശിച്ച ഒരൊറ്റ യുക്തിവാദിയും ഇസ്ലാം പഠിച്ചിട്ടല്ല. മറിച്ച് എന്താ ഉണ്ടായത്? ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഓറിയന്റലിസ്റ്റുകളും യുക്തിവാദികളും എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു. അതല്ലാത്ത അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തിലുടനീളമുള്ള മാനവ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ വലിയ വലിയ നേതാക്കന്മാരെ, വലിയ വലിയ നായകന്മാരെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അപഗ്രഥന സ്വഭാവത്തോടുകൂടി നിങ്ങൾ പഠിച്ചു നോക്കുക. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, ഒരു ഇതിഹാസ കഥാപാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കഥാപാത്രമല്ല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏതെങ്കിലും ഒരു കവിയുടെ ഭാവനയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരാളല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ലോകത്ത് പച്ചയായി ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന, അനാഥനായി വളർന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ചരിത്രത്തിന്റെ നിഴലിൽ ജീവിക്കുകയും ചരിത്രകാരന്മാർക്കാർക്കും തള്ളിക്കളയാനാവാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രവാചക തിരുമേനി. ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? കൃത്യമായ ഒരു രാഷ്ട്രവും ആ രാഷ്ട്രം ലോകത്ത് അന്ന് വരെ ഇല്ലാത്ത വിധം ധാർമ്മികതയിൽ അധിഷ്ഠിതമായിരുന്നു എന്നുള്ളത് ലോകത്തൊരൊറ്റ ചരിത്രകാരനും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗിബ്ബൺ എന്ന് പറയുന്ന ലോക ചരിത്രം കണ്ട പ്രഗത്ഭനായ ചരിത്രകാരൻ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന് ഗോർഡൻ ചൈൽഡ് എഴുതിയ ഗ്രന്ഥം, ഗിബ്ബന്റെ ഗ്രന്ഥം, ഗോർഡൻ ചൈൽഡിന്റെ ഗ്രന്ഥം, ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. വായിച്ചു നോക്കണം നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുമ്പോ
ബർബറുകളുടെയും യൂറോപ്പിനുടെയും അതുപോലെ ലോക നാഗരികത ജീർണിച്ചു കിടന്ന ഒരു കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. മുഹമ്മദ് നബി, ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾക്ക് എത്ര ചരിത്ര ഗ്രന്ഥങ്ങൾ ലോകത്ത് കിട്ടാനുണ്ട്. നമ്മൾ നോക്കൂ, ഒരു മുസ്ലിം, ഒരു യഥാർത്ഥ മുസ്ലിം രാവിലെ എഴുന്നേൽക്കുന്നത്, വലതുഭാഗം ചേർന്ന് എഴുന്നേൽക്കുന്നത് ഈ മഹാവ്യക്തിയെ അനുസരിച്ചുകൊണ്ടാണ്. ആ എഴുന്നേൽക്കൽ മാത്രമല്ല, പല്ല് തേക്കുന്നത് ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെയാണ്. കൈയുടെ നഖം വെട്ടുന്നത് ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെയാണ്. ഒരു ഡ്രസ്സ് ധരിക്കുന്നത് ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെയാണ്. സംസാരിക്കുന്നത് പോലും ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെയാവണം. അങ്ങനെ ജീവിതത്തിന്റെ ഒരു മനുഷ്യന്റെ മുഴുചലനങ്ങളും വിശുദ്ധ ഖുർആനിലെ 4 വചനങ്ങളാണ് ഭൂമിയിലൂടെ എങ്ങനെ നടക്കണം, മനുഷ്യനായാൽ ഭൂമിയിലൂടെ എങ്ങനെ നടക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു സദസ്സ് വിശാലമാക്കി കൊടുക്കാനും അവിടെ ഒരാൾ വന്നാൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അയാളെയും കൂടെ ഇരുത്തണം എന്നൊരു ഖുർആനിലെ അധ്യായത്തിൽ വിശദീകരിച്ച ഗ്രന്ഥമാണ്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ A to Z, നീ ഭർത്താവാണോ, എങ്ങനെ ജീവിക്കണം ഭർത്താവായി, A to Z ആണ് വിശദീകരണം. ഇസ്ലാം ഒരു നല്ല ഭർത്താവിനെ അവതരിപ്പിച്ചിട്ട് അതിനേക്കാൾ മേന്മയുള്ള ഒരു ഭർത്താവ് സങ്കല്പം ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ഏത് നായകനെ കൊണ്ടുവന്നു? ഇത് ഒരു അഹങ്കാരത്തിന്റെ വെല്ലുവിളിയാ? അല്ല, ശരിക്കും പഠിച്ചു വിനയപ്പെട്ട വെല്ലുവിളിയാണ് നടത്തുന്നത്. പഠിക്കണം, പഠിക്കേണ്ട പോലെ പഠിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സുദർശൻ 24 വചനങ്ങൾ ഖുറാനിൽ നിന്ന് തിരുത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പിന്നെ ഇന്ത്യയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ നേതാവ് സുദർശൻ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ, സാർ, വിനീതമായി ചോദിക്കൂ, നിങ്ങൾ ഖുറാൻ ആദ്യം മുതൽ അവസാനം വരെ ആത്മാർത്ഥമായിട്ട് വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയില്ല. പിന്നെ എവിടുന്ന് കിട്ടി? അത് കുറെ ആളുകൾ അതിനു മുമ്പ് വിമർശിച്ച കിതാബും പ്രസംഗവും കേട്ടു. ദാറ്റ്സ് ഓൾ. നിഷേധിക്കാൻ കഴിയില്ല, ഒരു ആവർത്തി വായിച്ചിട്ടില്ല. ഞാനിവിടെ RSS, BJP, ബജ്രംഗ്, ശിവസേന, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ലീഗ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ജൈനൻ, ബൗദ്ധൻ, സിഖ്, പായ്സി, മജൂസി, ലോകത്തെവിടെ ജീവിക്കുന്ന മനുഷ്യർ നിങ്ങളിലുണ്ടോ? നിങ്ങൾ ഖുർആൻ കയ്യിൽ തരാം. എന്നിട്ട് ആ ഖുർആനിന്റെ കോപ്പിയിൽ നിന്ന് മാനവരാശിയുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയും മതമൈത്രിക്ക് തുരങ്കം വെക്കുകയും ചെയ്യുന്ന ഒരു വാചകം, അരവാചകം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിച്ചാൽ ഈ പണി ഇവിടെ അവസാനിക്കും. പഠിക്കാൻ തയ്യാറുണ്ടോ? മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ? ലോകത്തിലെ മതകമ്പോളങ്ങളിൽ ചെന്നിട്ട് ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ഋഗ്വേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശേതരോപനിഷത്ത് വായിക്കാൻ തയ്യാറുണ്ടോ? ആരണ്യകങ്ങളും ശ്രുതികളും സ്മൃതികളും മനുസ്മൃതിയുടെ വോള്യങ്ങൾ വായിക്കാൻ തയ്യാറുണ്ടോ? സ്വാമി വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം വോള്യം കണക്കിന് വായിക്കാൻ തയ്യാറുണ്ടോ? ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിന്റെ സ്ഥാപക നേതാവായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഗ്രന്ഥം വായിക്കാൻ തയ്യാറുണ്ടോ? കൗടില്യന്റെ അർത്ഥശാസ്ത്രം വായിക്കാൻ തയ്യാറുണ്ടോ? തെൽമൂദും സെന്നവസ്തും ഓൾഡ് ടെസ്റ്റ്മെന്റും വായിക്കാൻ തയ്യാറുണ്ടോ? ആ വേദങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനിന്റെ കോപ്പി വെച്ചിട്ട് ഈ വേദങ്ങളിലെ മുഴുവൻ ആശയങ്ങളെയും ഖുർആനിന്റെ ആശയവുമായി താരതമ്യം ചെയ്ത് മാറ്റുരക്കാൻ സന്നദ്ധതയുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവീകം എന്ന് ഉറപ്പിക്കാൻ കഴിവുള്ള ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ശരിക്ക് കേട്ടിട്ട് അത് പിരിഞ്ഞു പോകുമ്പോ അവര് പറയുന്നത് ഇതാണോ ഇസ്ലാം? ഇപ്പൊ സാൽവേഷൻ നടന്നു കോഴിക്കോട് തടമ്പാട്ടുതായ BJPയുടെ മുൻ പ്രസിഡന്റ് ശ്രീധരൻപിള്ള A to Z അതിൽ വന്നത് കണ്ടു. എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചു, അദ്ദേഹത്തിൻ്റെതായ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം എഴുതി, ഇതാണ് ഇസ്ലാമെങ്കിൽ ഇതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും? ഞാനൊരു BJPക്കാരനാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു, ഇത് ശ്ലാഘനീയമാണ്, അത്ഭുതകരമാണ്, ആശ്ചര്യമാണ്. തോമസ് ഐസക്, ഇന്നത്തെ നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക്, അദ്ദേഹം കേരളത്തിൽ ഇസ്ലാമിക് ബാങ്ക് വേണമെന്ന് പറഞ്ഞത് എപ്പോഴാ? ശരിക്ക് കേട്ടിട്ട് അത് പിരിഞ്ഞു പോകുമ്പോ അവര് പറയുന്നത് ഇതാണോ ഇസ്ലാം? ഇപ്പൊ സാൽവേഷൻ നടന്നു കോഴിക്കോട് തടമ്പാട്ടുതായ BJPയുടെ മുൻ പ്രസിഡന്റ് ശ്രീധരൻപിള്ള A to Z അതിൽ വന്നത് കണ്ടു. എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചു, അദ്ദേഹത്തിൻ്റെതായ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം എഴുതി, ഇതാണ് ഇസ്ലാമെങ്കിൽ ഇതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും? ഞാനൊരു BJPക്കാരനാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു, ഇത് ശ്ലാഘനീയമാണ്, അത്ഭുതകരമാണ്, ആശ്ചര്യമാണ്. തോമസ് ഐസക്, ഇന്നത്തെ നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക്, അദ്ദേഹം കേരളത്തിൽ ഇസ്ലാമിക് ബാങ്ക് വേണമെന്ന് പറഞ്ഞത് എപ്പോഴാ? തടമ്പാട്ടുതായത്തെ സാൽവേഷൻ കണ്ടുപോയി സാമ്പത്തിക രംഗം, ഖുർആനിന്റെ സാമ്പത്തിക രംഗം എഴുതി കൊടുത്ത് പഠിച്ചു മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഇത് ആവശ്യമാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ ആരുടെ മുമ്പിലും
നിങ്ങൾ ഇന്ത്യയിൽ അറിയപ്പെട്ട ഏറ്റവും ലാൽ കൃഷ്ണ അദ്വാനി മുതൽ വിനയ് കറ്റാർ മുതൽ അശോക സിംഗാള മുതൽ ഉമാഭാരതി മുതൽ നിങ്ങൾ കൊണ്ടുവന്ന യഥാർത്ഥ മതം പഠിച്ച മുസ്ലിമിന്റെ മുമ്പിലിരുത്തി ഒരു കൃത്യമായ സ്നേഹമിശ്രണമായ ചർച്ചക്ക് തയ്യാറായാൽ ഒരൊറ്റ RSSകാരനും എതിർക്കാൻ കഴിയില്ല മുസ്ലിമിനെ. നിങ്ങൾ പഠിക്കരുത് പോപ്പുലർ ഫ്രണ്ടിലൂടെ ഇസ്ലാമിനെ, സിമിയിലൂടെ ഇസ്ലാമിനെ, സോളിഡാരിറ്റിയിലൂടെ ഇസ്ലാമിനെ, അൽ ഖായിദയിലൂടെ ഇസ്ലാമിനെ, മീഡിയകളിലെ വിമർശനങ്ങളിലൂടെ നിങ്ങൾ അറിയരുത് ഇസ്ലാമിനെ. നിങ്ങൾ ഖുർആനിലേക്ക് വാ, ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങൾക്ക് തരാം. വിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് നിങ്ങൾ പറ, ഇതാ ഈ വാചകം ഇന്നെന്ന കാരണം കൊണ്ട് മാനവരാശിയുടെ പുരോഗതിന് തടസ്സമാണ് എന്ന് പഠിച്ച് നിങ്ങൾ പറ. സാധ്യമല്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വേറിട്ട് പഠിക്കണം. ഇനി ഞാൻ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനാന്നറിയോ നമ്മൾ തമ്മിൽ. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ടൗണിൽ ഒരു പ്രസംഗം നടന്നു. LICയിൽ പ്രവർത്തിക്കുന്ന ഒരു ബിജു എന്ന് പറഞ്ഞൊരു ഹിന്ദു സഹോദരൻ, അയാൾ തലശ്ശേരിയിലേക്ക് എവിടെയൊക്കെ പോകാൻ ബസ് കയറാൻ നിന്നപ്പോ അദ്ദേഹത്തിന് പ്രസംഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം നിന്നിട്ട് അദ്ദേഹം ബസ്സൊക്കെ പോയി കഴിഞ്ഞിട്ട് പ്രസംഗം കഴിയുന്നവരെ നിന്നു. എന്നിട്ട് അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ വളരെ ധൃതിയോടുകൂടി നാട്ടിലേക്ക് മടങ്ങാനിരുന്നത് ഒരു കാര്യത്തിന്, പക്ഷേ നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തി. ഈ ഇസ്ലാം അവതരണം എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. ഇതാണോ മതം? ഇതാണോ ഇസ്ലാം? ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എന്റെ അയൽപ്പക്കത്ത് ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഞാൻ അവരിൽ നിന്ന് തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ നിങ്ങൾ പറഞ്ഞോ, ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും ഇസ്ലാം തടുത്തിട്ടുണ്ടോ? മാനവരാശിയെ തടുത്തിട്ടുണ്ടോ? ഇന്ന് മാതൃഭൂമിയിൽ സുഹറയുടെ ഒരു ലേഖനമുണ്ട്. മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് എഴുതുന്നു എന്ന് തോന്നിപ്പിച്ച് യുക്തിവാദി സംഘത്തിന്റെ കയ്യടി കിട്ടാൻ സുഹറ എഴുതിയെടുത്ത് പോലും സുഹറ അംഗീകരിക്കുന്നു ഇസ്ലാമിന്റെ കൃത്യമായ വേഷവിധാനത്തിന്റെ മഹത്വവും മേന്മയും. അങ്ങനെയാണ് ആ ലേഖനം അവസാനിക്കുന്നത്. ഞാനിവിടെ പറയുന്നത്, ഇത് വസ്തുതാപരമായി പഠിക്കുകയാണോ ആളുകൾ? അല്ല, ആളുകൾക്ക് കയ്യടി കിട്ടാൻ പഠിക്കുകയാണ്. വേറെ എന്താ? ഇസ്ലാമിന്റെ വിശ്വാസരംഗം നിങ്ങളെടുത്തോ, കർമ്മരംഗം നിങ്ങളെടുത്തോ, ആചാരരംഗം നിങ്ങളെടുത്തോ, ഏതേത് രംഗത്തെയും അതിന്റെ സ്രോതസ്സുകളിൽ നിന്ന് അല്ലേ? കമ്മ്യൂണിസ്റ്റ് കാർൽ മാർക്സിനെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിക്കണം, എംഗൽസുമായി ബന്ധപ്പെടുത്തി പഠിക്കണം, അദ്ദേഹത്തിന്റെ ദാസ് ക്യാപിറ്റലുമായി പഠിക്കണം, അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കണം. എന്നിട്ട് കമ്മ്യൂണിസം, ഏത് കേരളത്തിലെ ഇന്നത്തെ നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറിച്ചല്ലോ, സാക്ഷാൽ കമ്മ്യൂണിസം ഒരാദർശം എന്ന നിലയിൽ ലോകത്തെ മതത്തെ ദർശനങ്ങളെ എല്ലാം വെല്ലുവിളിച്ചു കടന്നു വന്ന മാനവിക പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കേറി ഉദ്വാന പതനങ്ങളുടെ ചരിത്രം പറഞ്ഞ് തൊഴിലാളി വർഗത്തിന്റെ വിമോചനം ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്ന, അതെ, അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ. ആ പ്രത്യയശാസ്ത്രം അതിന്റെ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോൾ കമ്മ്യൂണിസം എന്താന്ന് പഠിക്കാൻ കഴിയും. അങ്ങനെ A to Z വേദങ്ങളിൽ നിന്ന് മതം പഠിക്കാൻ വേദസ്രോതസ്സുകൾ വൈയക്തിക വ്യാഖ്യാനങ്ങൾക്കപ്പുറത്ത്, ഞാൻ അടിവരായിട്ട് പറയും, വേദങ്ങളെ തന്റെ പാർട്ടിക്കും തന്നിട്ടത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി വ്യാഖ്യാനിക്കാതെ വേദം ദൈവം പഠിപ്പിച്ച പോലെ, പ്രവാചകന്മാർ പഠിപ്പിച്ച പോലെ, പ്രവാചകന്മാർ അനുയായികളെ പഠിപ്പിച്ച പോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. ഞാൻ ഇന്ന് എനിക്ക് എന്റെ വീട്ടിലൊരു എലിക്കണി വെച്ചിട്ട് ഒരു എലി കുടുങ്ങി, വളരെ ചെറിയ ഒരു എലിക്കുട്ടി. അതിങ്ങനെ കുടുങ്ങിയപ്പോ കൊല്ലണോ കൊല്ലണ്ടേ, നശിപ്പിക്കണോ നശിപ്പിക്കണ്ടേ, എന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. സത്യം പറഞ്ഞാൽ എന്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീരിങ്ങനെ ഉറ്റി. എന്നോട് ഭാര്യ ചോദിച്ചു, എന്തിനാ? ഞാൻ ചോദിച്ചു, നമ്മുടെ കൊച്ചുമോളില്ലേ, നാലാമത്തെ മകൾ, 3 മാസം പ്രായമായ ആ കുഞ്ഞിന്റെ ഒരു നിഷ്കളങ്കതയില്ലേ ആ ജന്തുവിൽ? ഇത് പഠിപ്പിച്ചത് മതമാണ്. ഈ കാരുണ്യം പഠിപ്പിച്ചത് മതമാണ്. സർവ്വ ജീവജാലങ്ങളോടും പച്ചക്കറികളോടുള്ള കരുണ അത് പഠിപ്പിച്ച ആചാര്യൻ പ്രവാചകനാണ്. ആ പ്രവാചകന് കരഞ്ഞ പോലെ ലോകത്തൊരു നേതാവും കരഞ്ഞിട്ടില്ല. ഏറ് കിട്ടിയിട്ടല്ല, തല്ലുകൊണ്ടിട്ടല്ല, സമൂഹത്തിന് വേണ്ടി അദ്ദേഹം കരഞ്ഞ കണ്ണുകൾ, ജന്തുക്കൾക്ക് വേണ്ടി പോലും അദ്ദേഹം കരഞ്ഞ കണ്ണുകൾ, ഒട്ടകത്തിന് വേണ്ടി പോലും അദ്ദേഹം കരഞ്ഞ കണ്ണുകൾ, പൂച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം കരഞ്ഞത്. പച്ചക്കറുള്ള എന്തിനോടും ഇറഹമോ മൻഫിൽ അർളി ഇർഹമകും മൻഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പഠിപ്പിച്ച വിശ്വാചാര്യൻ, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാരേണ സമുന്നിത മഹാമതിരിക്കാത ശിഷ്യശാഖാ സമുന്നിതം. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞതാ. യതസ്മിന്നന്തരേ മ്ലേച്ഛാചാരേണ സമുന്നിത മഹാമതിരിക്കാത ശിഷ്യശാഖാ സമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോ വിദേശീയനായ ഒരു ആചാര്യൻ വരും,
ശിഷ്യന്മാരോടുകൂടി വായും മുഹമ്മദ് എന്ന് ഖ്യാതി നേടും. ലിംഗച്ഛേദ ശിഖാഹീന കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞാൽ കരുണാവാൻ നബി മണിമുക്ത രത്നമോന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതും ചേർത്ത് വെച്ച് വായിച്ച ഒരു പ്രവാചകനെ. ഇനി നിങ്ങൾ ആലോചിച്ചോ, നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരു കുട്ടി രക്ഷിതാവില്ലാതെ വളരെ അനാഥനായി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ജനിക്കുമ്പോൾ തന്നെ പിതാവിനെ കണ്ടില്ല, ജനിക്കുമ്പോൾ തന്നെ പിതാവിനെ കണ്ടിട്ടില്ല പ്രവാചകൻ. ഒരു പിതാവിൽ നിന്ന് നല്ല ശിക്ഷണം ലഭിക്കാൻ ആ പ്രവാചകൻ അവസരം ഉണ്ടായില്ല. മോനെ നോക്കൂ, നിങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കൂ. നമ്മളൊക്കെ അച്ഛന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് വളർന്നവരാണ് പലരും. പിതാവുള്ളവരാണ് നമ്മളിൽ പലരും, ഇല്ലാത്തവരുണ്ടാവാം. അവരോട് നമുക്ക് സഹതാപവും ദുഃഖവും ഉണ്ട്. അവരോട് നമ്മൾ കാരുണ്യത്തോടു കൂടി പെരുമാറുന്നു, അല്ലേ? അനാഥകളെ സംരക്ഷിക്കുന്നു, അനാഥകളെ തലോടുന്നു. പ്രവാചകന്റെ ഒരു വാചകം തന്നെ എന്തറിയോ? നിന്റെ മനസ്സ് ആർദ്രമാകണമോ? അനാഥയുടെ തലമുടിയിലൂടെ നിന്റെ കയ്യൊന്ന് പായിപ്പിച്ചാൽ മതി, അനാഥയെ തലോടിയാൽ മതി എന്ന പ്രവാചക ദിനമേനി. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ അനാഥനായിട്ടാണ്. പിതാവിന്റെ മുഖം കണ്ടോ? ഇല്ല. പിതാവിനോട് കൊഞ്ചിക്കൊഴഞ്ഞ് പറയാൻ അവസരം ഉണ്ടായോ? ഇല്ല. പിതാവിന്റെ ലാളന കേട്ടോ? ഇല്ല. പിതാവിന്റെ നെഞ്ചിന്റെ ചൂടേറ്റോ? ഇല്ല. പിതാവിനോട് ചോദിച്ചോ, ഉപ്പ അതെന്താ അത്? ആകാശത്തിൽ കാണുന്ന നക്ഷത്രം ഏതാണ് ഉപ്പ? ആ കാണുന്ന ഗ്രഹമേതാണ് എന്ന് ചോദിക്കാൻ കയ്യും പിടിച്ചൊരു സൗഭാഗ്യമുണ്ടായോ? ഉണ്ടായില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല. മുഹമ്മദിനെ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ ഒരു പിതാവുണ്ടായിരുന്നില്ല. ഇല്ല, ഇല്ല. അവിടെ ഏതെങ്കിലും ഒരു വൃക്ഷച്ചുവട്ടിൽ വിജ്ഞാനം നുകരുന്ന ഗുരുവര്യന്റെ മുമ്പിൽ കൊണ്ടുപോയി ആദ്യാക്ഷരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോയിരുത്താൻ ഒരു പിതാവുണ്ടായിരുന്നില്ല. അങ്ങനെ വളർന്ന ഒരു പ്രവാചകൻ. സ്വാഭാവികമായി അനാഥനായി വളർന്ന ഒരു കുട്ടിയിൽ എന്തുണ്ടാവണോ? അനാഥത്വത്തിന്റെ ദുഃഖങ്ങൾ നേരിടണം, അല്ലേ? അതുവഴി അല്ലേ നമ്മുടെ ഒരു മകൻ കേടുവരികയാണെ അച്ഛൻ പറയും, എടാ ഈ പോക്ക് അപകടമാണ്, മോനെ നീ ഇതിങ്ങനെ ചെയ്യരുത്, കുട്ടാ ചക്കരക്കുട്ടാ നമ്മൾ വിളിച്ചു പറയും, പൊന്നുമോനെ എടാ ഇത് ചെയ്യരുത് എന്നവനോട് സ്നേഹത്തോട് പറഞ്ഞ് അവനെ തിരുത്തി നന്നാക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു വാപ്പുണ്ടായില്ല, അല്ലേ? ആലോചിക്കണേ. എന്നിട്ടോ 6 വയസ്സ് വരെ ഉമ്മാന്റെ കൂടെ ജീവിച്ചോ? അതുമില്ല. 6 വയസ്സ് ആയപ്പോ 20ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. മരുഭൂമിയിൽ വെച്ചാ മരിക്കുന്നത്. പ്രവാചകന്റെ കരച്ചിൽ കേട്ട് മണൽത്തിണ്ട പ്രതിധ്വനിച്ചിട്ടുണ്ട്. വാവിട്ട് കരയുകയായിരുന്നു. കാരണം ബാപ്പാനെ കണ്ടില്ല. ഉമ്മയാകട്ടെ 6 വയസ്സായപ്പോ മരിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് വല്യാപ്പാന്റെ സംരക്ഷണത്തിലായിരുന്നു ഉമ്മ മരിച്ചിട്ട്. എത്ര കൊല്ലോ? 10 കൊല്ല, 20 കൊല്ല, 50 കൊല്ല, വെറും 2 വർഷം. അപ്പൊ 8ാമത്തെ വയസ്സിൽ വല്യാപ്പയും മരിച്ചു. നോക്കണം, ഒരു മകന്റെ അവസ്ഥ നോക്കണം. ബാപ്പ നേരത്തെ മരിച്ചു, ഉമ്മ 6ാം വയസ്സിൽ മരിച്ചു, പോറ്റിക്കൊണ്ടിരുന്ന വല്യാപ്പ 8ാമത്തെ വയസ്സിൽ മരിച്ചു. അറിയണം നിങ്ങൾ, ലോകത്ത് ഏതാചാര്യനെ പഠിച്ചോ, എന്നിട്ടോ എന്തെങ്കിലും ഒരു വൃത്തികേട് ബാപ്പാന്റെ സാന്നിധ്യമില്ലാത്തതിന്റെ പേരിൽ, ഉമ്മയുടെ ലാളനയില്ലാത്തതിന്റെ പേരിൽ, ഇത് ഞാൻ വല്ലാതെ പോയിന്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്. നോക്കണേ, ലോകത്ത് ഏതനാഥനെയും നിങ്ങളെടുത്തോ, പല കുട്ടികളും വല്ലാതെ കുസൃതികണി പറയും, അവനൊരു ബാസ്റ്റഡാണ്, അതുകൊണ്ടാ അങ്ങനെ, അല്ലേ? അതുകൊണ്ടാ അങ്ങനെ, പിതാവില്ലാതെ വളർന്നവനാ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, നിനക്കില്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അങ്ങനെയൊന്നും ആരെ പറ്റി നമ്മൾ പറയരുത്. ഇത് വേറെ വിഷയം. ആർക്കാണ് ബാപ്പുണ്ടാവുക, ആർക്കാണ് അച്ഛനുണ്ടാവുക, ആർക്കാ അതൊക്കെ ഉണ്ടായിട്ട് പ്രയോജനം ചെയ്യുക, അത് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിതാവിന്റെ സ്നേഹലാളനകൾ ലഭിക്കാതെ വളർന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിക്കുന്നു, 8ാമത്തെ വയസ്സിൽ വല്യാപ്പ മരിക്കുന്നു. അനാഥത്വമായിരുന്നു. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ കലാ വലല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ലൂലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാലൻ ഫഅദാ വവജദക ആയിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. ഓ പ്രവാചക, അങ്ങ് അനാഥനായിരുന്നു, അനാഥനായിരുന്നു, പിതാവില്ലാതെ. പക്ഷേ അങ്ങ് ലോകത്ത് എല്ലാവരുടെയും സംരക്ഷണത്തിൽ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനിൽ, ലോകത്ത് സ്നേഹം സംഭാവന ചെയ്ത ഒരു പിതാവിന്റെ സ്ഥാനത്ത്, അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം. ഒരു വാട്ടർ ടാങ്ക് നിറയെ തെളിഞ്ഞ മനോഹരമായ ശുദ്ധിയുള്ള വൃത്തിയുള്ള വെള്ളമുണ്ട്, ടാങ്ക് നിറയെ. എങ്കിൽ വാട്ടർ ടാപ്പ് നിങ്ങൾ എവിടെ നിന്ന് തുറന്നാലും സുലഭമായി വെള്ളം ഒഴുകി വരും,
അല്ലേ? സുലഭമായി വെള്ളം ഒഴുകി വരും. വാട്ടർ ടേപ്പിലൂടെ സുലഭമായി വെള്ളം ഒഴുകി വരും. വാട്ടർ ടേപ്പിൽ വെള്ളം ഒഴുകുന്നില്ലെങ്കിലോ ടാങ്കിൽ വെള്ളമില്ല, അല്ലെങ്കിൽ ബ്ലോക്ക് വന്നു, എവിടെയോ പ്രശ്നം വന്നു, അല്ലേ? പരിശോധിച്ചപ്പോൾ ടാങ്കിൽ വെള്ളമില്ല, അതുകൊണ്ടാ ഒഴുകാത്തത്. ഇനി ടാങ്കിൽ ചളിവെള്ളമാണെങ്കിലോ വാട്ടർ ടേപ്പിലൂടെ ഒഴുകുന്നത് ചളിവെള്ളമാണ്, അല്ലേ? അല്ലേ? ഇതെന്തിനാ ഉദാഹരിച്ചത്? പിതാവിൽ നിന്ന് സ്നേഹം കിട്ടുമ്പോഴാണ് ഒരു മകൻ സ്നേഹനിധിയായ. നമ്മൾ നാട്ടുകാരിൽ പറയും ആ ബാലേട്ടൻ. എന്താ ബാലേട്ടന്റെ പ്രത്യേകത? ബാലേട്ടൻ നല്ലൊരു അച്ഛന്റെ മോനാണ്, കാരുണ്യമാണ് ആ കുട്ടിയുടെ മുഖമുദ്ര. എല്ലാവർക്കും നീ ഇങ്ങനെയൊക്കെ ചെയ്യും, നിന്റെ അച്ഛൻ നല്ല മനുഷ്യനായിരുന്നു, അതുകൊണ്ട് നീ നല്ലതേ ചെയ്യൂ, ഞങ്ങൾക്കറിയാം, അല്ലേ? എല്ലാരും പറയും. നോക്കണേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാപ്പാന്റെ ഏത് ഗുണമാണ് കണ്ടത്, ഏത് ഗുണമാണ് കേട്ടത്? പരിശോധിക്കണം, പഠിക്കണം. എന്നിട്ടും ഒരു നല്ല പിതാവാകാൻ കഴിയാതെ പോയോ ആ പ്രവാചകന്? പരിശോധിക്കണം. തമാശയല്ലോ ജീവിതം കേട്ടോ. ഇലക്ഷനും കാര്യവും കൊടിപിടുത്തവും ഒക്കെ ലോകത്ത് കിടക്കും. പക്ഷെ മരണത്തിന് ശേഷം ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു രംഗുണ്ട്. നീ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നീ അതിനെ കണ്ടുമുട്ടും. അപ്പൊ തൊള്ളർന്നിട്ട് കാര്യമില്ല കേട്ടോ. നീ ഇപ്പോൾ ഉണ്ട് എന്നത് നീ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുമെന്നതിന്റെ തെളിവാ. മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ലെന്ന് പറയുന്നവൻ മടയനാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവനെ ഹുജ്ജത്തുള്ളൂ, സിമെന്റഡ് പ്രൂഫ് ഉള്ളൂ. കാരണം എന്താ? 50 വയസ്സുള്ള ഭാസ്കരനോട് ചോദിക്ക്, 51 കൊല്ലം മുമ്പ് നീ എവിടെ, നിന്റെ മാതൃക എവിടെ? ഒരു തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്നു, ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ, ഈ ഭൂമിയിലെ ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ മുളപ്പിച്ചതാ ദൈവം. ആ മണ്ണിൽ നിന്ന് വീണ്ടും മുളപ്പിക്കും. അങ്ങനെയാ. ഒരു ചെടി ഉണ്ടായ ആ ചെടി എന്നേക്കായിട്ട് നശിക്കല, ആ ചെടി എന്നുള്ള വിത്ത് വീണ്ടും മുളയ്ക്കല. അജബുദ്ധനബ്, മനുഷ്യന്റെ ഒരു കോശം വാരിയല്ലിൽ അത് മണ്ണിൽ അവശേഷിക്കും. അതിൽ നിന്ന് ദൈവം അവനെ ബൽദതൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, ആ മഴ പെയ്തിട്ട് ഭൂമിയിൽ നിന്ന് സസ്യം മുളക്കുന്ന പോലെ ദൈവം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവം ഒരു ചോദ്യം ചോദിക്കേണ്ട ഖുർആനിൽ, ന്യായമാണത്. എനിക്കത് ന്യായമായിട്ട് തോന്നി, നിങ്ങൾക്ക് തോന്നിയില്ല എങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എന്താ അത്? അല്ല, മരണത്തിന് ശേഷം ഞാൻ എഴുന്നേൽപ്പിക്കില്ല എന്ന് ബഡായി പറയുന്നവരോട് ചോദിക്ക്. എടോ, നിന്റെ തുടക്കം അത് ആരുണ്ടാക്കി? അവൻ തന്നെ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആഹാ, ആദ്യം ഉയർത്തെഴുന്നേൽപ്പിച്ചാക്ക് പിന്നെ പറ്റില്ല എന്നോ? അതിന് എന്ത് മാനദണ്ഡം ഉള്ളത്? എന്തായാലും നിങ്ങളുടെ മാനദണ്ഡം? ഒരു മാനദണ്ഡവും ഇല്ല. പിന്നെ അവനാന് തെമ്മാടിയായി ജീവിക്കണമെങ്കിൽ പടച്ചോനെ നിഷേധിക്കണോ? മരണാനന്തര ജീവിതം നിഷേധിക്കണോ? ആ സർവതന്ത്ര സ്വതന്ത്രരായി സോറ പറഞ്ഞ പോലെ ജീവിക്കണമെങ്കിലേ പെണ്ണിന് എന്ത് ഡ്രസ്സും ധരിക്കാനാ. അതുകൊണ്ട് എന്തേ ഉണ്ടായത്? ഒന്നില്ലേ, എയ്ഡ്സ് കുറെ ഉണ്ടായി. പിന്നെന്താ ഉണ്ടായത്? 8 വയസ്സുള്ള പെൺകുട്ടിക്ക് പോലും ദുനിയാവ് ജീവിക്കാൻ പറ്റാണ്ടായി. 5 വയസ്സോ 6 വയസ്സുള്ള കുട്ടീനെ ഇടിയിക്കുന്ന ഡ്രസ് ഉണ്ടല്ലോ, ധരിപ്പിക്കുന്ന ഡ്രസ്സ്, അത് ധരിപ്പിച്ച് മുന്നിലേക്ക് ഇറക്കി കൊടുത്ത ബലാത്സംഗല്ലടോ, പിച്ചു ചീന്തും പെണ്ണിനെ. ആ ധരിപ്പിക്കുന്ന ഡ്രസ്സിന്റെ മേന്മേതാ? എന്തിനാ ഡ്രസ്സ്? മാനം കാക്കാനാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അന്തസ്സിൽ ജീവിക്കാൻ. അതിനാ ഡ്രസ്സ്. ഇല്ലെങ്കിൽ എന്താ, മൃഗങ്ങളെ പോലെ എല്ലാം കാണിച്ചു നടന്നൂടെ ദുനിയാവില്? അതുകൊണ്ട് ആലോചിക്കുക. മതവിരുദ്ധമായ വിടുവായുത്തങ്ങൾ മാനവതക്കെന്ത് പുരോഗതിയാ നൽകി? ദൈവല്ല, മതല്ല, മരണാനന്തര ജീവിതമല്ല. തിന്നോളൂ, കുടിച്ചോളൂ, ഭോഗിച്ചോളൂ, കുടിച്ചോളൂ, മദ്യപിച്ചോളൂ, ആകട്ടെ പോകട്ടെ, തുലയട്ടെ, എന്തുവാകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് മാനവത പുരോഗമിക്കോ? ഉണ്ടോ? കേരളത്തിൽ മദ്യപാനികളാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത വിധം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നു. ലോകത്തൊരിടത്തുമില്ലാത്ത വിധം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നു. ലോകത്തൊരിടത്തുമില്ലാത്ത വിധം. എന്തുകൊണ്ട്? എന്തേ പ്രശ്നം? നമ്മുടെ നാടിന് പ്രശ്നമുണ്ട്. എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. യാതൊരു സംശയക്കാര്യത്തിലില്ല. എന്നെ ഞാനാക്കുന്ന, എന്നിലെ മനുഷ്യനെ ഉയർത്തി മനുഷ്യത്വത്തിന്റെ ഉദാത്തീകരണം സാധ്യമാക്കുന്നത് എവിടെ? നമ്മൾ ആലോചിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കണേ, അദ്ദേഹം ബാപ്പയും ഉമ്മയും അവരുടെ ഒന്നും സംരക്ഷണം ഇല്ലാതെ വളർന്നിട്ട് അദ്ദേഹം സ്നേഹം കൊടുക്കാൻ വിട്ടുപോയോ? ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാങ്കിൽ നിറഞ്ഞ വെള്ളന്റെ വാട്ടർ ടേപ്പിലൂടെ വെള്ളം ഒഴുകും. ചളിവെള്ളമാണെങ്കിൽ അങ്ങനെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും സ്നേഹവും കാരുണ്യവും സംസ്കാരവും ഒഴുകിയില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒഴുകാതെ പോയോ? ഇല്ല. അദ്ദേഹത്തിൽ നിന്ന് കാരുണ്യമില്ലാതെ പോയോ? ഇല്ല. അദ്ദേഹത്തിൽ തെമ്മാടിത്തത്തിന്റെ അംശമുണ്ടായോ? ഇല്ല. അദ്ദേഹം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് ഓർത്തോ? ആരാ പറയുന്നതെന്നറിയോ? ജോർജ് ഡബ്ല്യു ബുഷ് ഒരു മുസ്ലിം നേതാവിനെ കുറിച്ച് ഉച്ചൈസ്തരം പറയാ, ഉദാഹരണം പറയാ. ലോകത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു ശത്രുവിനെ നിങ്ങൾ എടുക്കുക. ഏറ്റവും വലിയൊരു ശത്രുവിൻ ആരോ ആവട്ടെ, നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ മകളെ
കേട്ടോ, ശരിക്കും കേട്ടോ, പറയുന്ന പോയിന്റ് ആയിട്ട് എന്റെ മനസ്സിലായിക്കോ. ഈ ഇസ്ലാമിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മകളെ അയാൾ എതിർക്കുന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു നേതാവിന് കല്യാണം കഴിച്ചു കൊടുക്കുക. എങ്ങനെ? എന്നിട്ട് ആ പിതാവ് ഏറ്റവും വലിയ ശത്രുവായ ഈ മകളുടെ ബാപ്പ പറയാ, എന്ത് സംഗതി എന്തൊക്കെയാണെങ്കിലും ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, നിനക്ക് ഏറ്റവും ഫിറ്റായ നല്ല ഭർത്താവാണ്. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാന്റെ മകളെ മുഹമ്മദ് നബി കല്യാണം കഴിച്ചപ്പോ അബൂ സുഫിയാൻ ആരുടെ വക്കാലത്തില്ലാതെ പറയാൻ, ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവിന്റെ കൂടെ എന്റെ മോൾ ഇറങ്ങിപ്പോയത്. മനുഷ്യരെ, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ഇത് കഥയല്ല, കവിതയല്ല, വെറും പ്രസംഗത്ത് പറയുന്ന വാചാടവുമല്ല. അങ്ങനെ ജീവിച്ചു തെളിയിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചാ പറയുന്നത്. എങ്ങനെ? സ്ത്രീലമ്പടനായ ഒരു വ്യക്തി എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി എന്ന് അബൂ സുഫിയാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അബൂ സുഫിയാന് മുഹമ്മദ് നബീന്റെ കൂടെ ജീവിച്ചതാ, അല്ലാതെ ആരോ വാരിച്ചർദ്ദിച്ച യുക്തിവാദികളുടെ കള്ളപ്രബന്ധം വായിച്ചതല്ല. മുഹമ്മദ് നബി ജനിച്ച കുടുംബത്തിൽ, തറവാട്ടിൽ ജീവിച്ചു. അബൂ സുഫിയാൻ വ്യഭിചരിച്ചു, അബൂജഹൽ വ്യഭിചരിച്ചു, കള്ളുകുടിച്ചു, സകല തെമ്മാടിത്തം ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും അതേ കുടുംബത്തിലെ ജേഷ്ഠാനുജ മക്കളിൽ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദോ ഒരു തുള്ളി ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. മാത്രമല്ല, പ്രവാചകൻ വന്നപ്പോ അബൂ സുഫിയാൻ അബൂജഹലും പറഞ്ഞു, നീ ഇപ്പൊ ഹീറോ ആയി ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഒരു പ്രവാചകത്വം പറയണ്ടല്ലോ, സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണെങ്കിൽ നീ പറ, ഖുറൈശി കുടുംബത്തിലെ തരുണീമണികളിൽ ആകർഷണത്തിന്റെ മകുടോദാഹരണമായ സുന്ദരി കുട്ടിയെ നിനക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചു തരും. നോക്കണം ജീവിതം. അങ്ങനെ അറബ് ജനത, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് പറയുന്നുണ്ട്. അറബ് ജനത സംസ്കാരത്തിൽ ബിഗ് സീറോ, വട്ടപൂജ്യം, സംസ്കാരത്തിന്റെ 0 ഡിഗ്രിയിൽ വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ പച്ചക്കൊടിയും ചുവന്നുകൊടിയും സൗന്ദര്യത്തിന്റെയും പണത്തിന്റെയും മാറ്റുരച്ചു വെച്ചിരുന്ന ഒരു കാലഘട്ടാത്. മുഹമ്മദ് എന്ന സുന്ദരൻ, മുഹമ്മദ് എന്ന ഉന്നത കുലജാതൻ, മുഹമ്മദ് എന്ന അല്ലമീൻ, വിശ്വസ്തൻ, ഏത് സ്ത്രീയും ഒരന്തി മുഹമ്മദ് നബിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അറബ് ജനതയിൽ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഓർക്കണം, ചിന്തിക്കണം, നോട്ട് ചെയ്യണം, പഠിക്കണം. ജീവിതം പാഴായി പോകരുത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മാതൃക കാണിച്ച ഒരു വിശ്വാചാര്യൻ തെറി പറയുകയും ലോകത്ത് വൃത്തികെട്ട് ജീവിച്ചൊരു നേതാവിനെ തെറ്റിദ്ധരിച്ച് നേതാവാക്കി ജീവിക്കുകയും ചെയ്യേണ്ട ഗതികേട് മഹാബുദ്ധിജീവികളായ മനുഷ്യർക്ക് വരരുത്, ഉണ്ടാകരുത്. അതുകൊണ്ട് പറയാ, കേട്ടോ, ആ പ്രവാചകൻ ഒരു കാമക്കണ്ണുണ്ടല്ലോ, ഒരു കള്ളനോട്ടം, ഒരു പെണ്ണിനെ വെറുതെ ആരും കാണാത്തൊരു നോട്ടം, അതുപോലും ജീവിതത്തിൽ ഒരു പെണ്ണിനെ നോക്കിയിട്ടില്ല എന്ന് പറയുന്ന ആരാന്നറിയോ? ആ നാട്ടിലെ മുഴുവൻ ശത്രുപക്ഷത്തിലെയും സുന്ദരികളായ സ്ത്രീകൾ. ജീവിതത്തിൽ ഒരിക്കലും മുഹമ്മദ് ഞങ്ങൾ നോക്കിയിട്ടില്ല കാമാസക്തിയോടെ. നോക്കണം നിങ്ങൾ. ഇത് വെറുതെ അല്ല, ഇത് സമകാലികർ പറയുന്ന. ഞാൻ നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചു 37 കൊല്ലം. എന്റെ അയൽവാസികൾ പറയാ, ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും അദ്ദേഹം കള്ളം പറഞ്ഞത് കേട്ടിട്ടേ ഇല്ല എന്ന് എന്റെ അയൽവാസികൾ മുഴുവനും പറഞ്ഞാൽ പിന്നെ എന്നെ അവിശ്വസിക്കുന്നവൻ മടയനല്ലടോ ലോകത്ത്. എന്നിട്ടും ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു മതം ആരുടെയെങ്കിലും കുത്തകയാണോ? എന്തൊക്കെ പഠിക്കുന്നു നമ്മള്? ജിയോഗ്രഫി പഠിക്കുന്നു, നമ്മൾ അനാട്ടമി പഠിക്കുന്നു, നമ്മൾ സുവോളജി പഠിക്കുന്നു. സുവോളജി പഠിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാന്ന് വിചാരിച്ചിട്ട് അത് പഠിക്കാതിരിക്കുവോ? എന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിച്ചത് തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനായി. അതുകൊണ്ട് എനിക്കെന്താ, അയാൾ പഠിപ്പിച്ച ഹിസ്റ്ററി, ചരിത്രം ഞാൻ പഠിച്ചു, മനസ്സിലാക്കി. അതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ ജാതി മതം. ഞാൻ ചോദിക്കട്ടെ, എവിടെ നമുക്ക് മതം വെള്ളം കിടക്കാത്ത അറകളായി തീർന്നത്? മാറ്റുവെച്ച് നോക്ക് നിങ്ങൾ. ഒരു ടെക്സ്റ്റൈൽസ് കയറിയാൽ ഏറ്റവും നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. ഒരു ജ്വല്ലറി കയറി ഏറ്റവും നല്ല സ്വർണം സെലക്ട് ചെയ്യുന്നു. മതകമ്പോളത്തിൽ കടന്നിയല്ലേ? കൂത്തുപറമ്പിൽ എന്റെ പ്രസംഗം കേൾക്കുന്നവരോട് മതകമ്പോളത്തിൽ കടന്നു എന്നിട്ട് ഏറ്റവും നല്ല മതം ഏതാണെന്ന് പഠിക്കേ. ഇന്ന് ഈ രാത്രി മുതൽ ഈ കൂത്തുപറമ്പിലെ പ്രസംഗം കേട്ടിട്ട് എന്നിട്ട് നിങ്ങൾ വിളിക്കേ. ഞങ്ങളെ പോലെയുള്ള പ്രബോധകന്മാരുടെ ഫോൺ നമ്പറിലേക്ക്, ഇതാ ഇന്ന കാര്യം ഞങ്ങൾ മതത്തിൽ പഠിച്ചപ്പോ വളരെ മോശമായി പോയിട്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. ഏത് കാര്യം എടുത്തോ, എന്റെ സമയപരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ മുഹമ്മദ് നബി അനാഥനായിട്ട് വളർന്നു. 40 കൊല്ലം ആ നാട്ടിൽ അദ്ദേഹം ജീവിച്ചു. മക്കയിൽ. മക്ക എന്ന് പറയുന്നത് ഭൂമിയിൽ ഇല്ലാത്തൊരു സ്ഥലമല്ല, ഉട്ടോപ്പിയല്ല. തോമസ് മൂറിന്റെ ഉട്ടോപ്പിയല്ല, തോമസ് ക്യാമ്പനല്ലയുടെ ദ സിറ്റി ഓഫ് ദി സൺ എന്ന ലേഖനമല്ല. മുഹമ്മദ് നബി അറേബ്യയിൽ ജീവിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ ലോകത്ത് ഉണ്ടായി. അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായി. അദ്ദേഹത്തെ പഠിച്ചും മനസ്സിലാക്കി. അങ്ങനെ ലോകത്ത് ജീവിച്ചൊരാചാര്യൻ. ആ ആചാര്യൻ വരുന്ന കാലഘട്ടം നിങ്ങൾ പഠിക്കും.
0 ഡിഗ്രി ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് 23 കൊല്ലം കൊണ്ട്, 1/4 നൂറ്റാണ്ടിനുള്ളിൽ ഞാൻ പറയാ, കേരളത്തെ തനി അമേരിക്കക്ക് തുല്യമായ വിധത്തിലെ ഭൗതിക സംവിധാനങ്ങൾ, ഞാൻ ബോധപൂർവം പദപ്രയോഗിക്കുന്നു. അമേരിക്കയുടെ ധാർമ്മികത നമുക്ക് ആവശ്യമല്ല. അമേരിക്കയുടെ ധാർമ്മികത, അമേരിക്കയുടെ ഭൗതിക പുരോഗതി, ന്യൂയോർക്കിന്റെ ഭൗതിക പുരോഗതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലണ്ടന്റെ ഭൗതിക പുരോഗതി, ജർമ്മനിയുടെ എയർപോർട്ട്, ശ്രദ്ധേയമായ എയർപോർട്ട്, അങ്ങനെ ലോകത്തിന്റെ സീപോർട്ടുകൾ, അല്ലെങ്കിൽ റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ, അവിടുത്തെ എയർ വാഹനങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചിട്ട് ഞാൻ പറയാണെന്ത്, അമേരിക്കക്ക് തുല്യമായ ഒരു രാഷ്ട്രമാക്കി ഇന്ത്യയെ 23 കൊല്ലം കൊണ്ട് ഞാൻ മാറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് എന്തോ തകരാറുണ്ടെന്ന് നിങ്ങൾ പറയൂ. റോമിന്റെ, പേർഷ്യയുടെ, ഗ്രീക്കിന്റെ, ലോകരാജ്യങ്ങളുടെ ആ രാജ്യ സംസ്കാരങ്ങളുടെ നടുവിൽ ജീവിച്ചിട്ട് നോക്കണേ, ആരായത്? എഞ്ചിനീയറാ? അല്ല. നഗര സംവിധാനം പഠിച്ച നായകനാ? അല്ല. പിന്നെയോ SLC പഠിച്ചോ? ഇല്ല. ഡിഗ്രി പഠിച്ചോ? ഇല്ല. ഡീംഡ് യൂണിവേഴ്സിറ്റി പഠിച്ചോ? ഇല്ല. അനാട്ടമിയോ സുവോളജിയോ പഠിച്ചോ? എംബ്രിയോളജി പഠിച്ചോ? ആസ്ട്രോണമി പഠിച്ചോ? ജീവശാസ്ത്രം പഠിച്ചോ? ഭാര്യാഭർത്തൃബന്ധത്തിന്റെ മനഃശാസ്ത്രം പഠിച്ചോ? ലോക മനഃശാസ്ത്രജ്ഞന്മാർ പഞ്ചപുച്ഛമടക്കി നിൽക്കും മുഹമ്മദ് നബിയുടെ അധ്യാപനത്തിന്റെ മുമ്പിൽ. അറിയുമോ നിങ്ങൾക്ക്? ലോകത്ത് അൽബറൂനിയെ പോലെ, നിങ്ങൾക്കറിയാം, ചരിത്രത്തിന്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ, ആ മുഖദ്ദിമയാണ് ലോക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാമതായി ചരിത്രത്തെ അപഗ്രഥന സ്വഭാവത്തോടെ കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം. അദ്ദേഹം ചരിത്രത്തിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. ചരിത്ര പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്ക്. ഇബ്നു ഖൽദൂൻ, അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത് ഖുർആൻ. അതെ, വൈദ്യശാസ്ത്ര ലോകത്തറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഇസ്ലാമിക പാഠങ്ങളാണ് പഠിപ്പിക്കപ്പെട്ടിരുന്നത്. എന്തുകൊണ്ട് സാധിച്ചു? അക്ഷരക്കുട്ടികളുടെ ലോകത്ത് നിരക്ഷരനായ ഒരു പ്രവാചകൻ സൃഷ്ടിച്ച അക്ഷര വിപ്ലവമാണ് അതിന് കാരണമായി തീർന്നത്. ഇത് വെറുതെയല്ല. വിൻസ്റ്റൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അദ്ദേഹം ആരാ? ചരിത്രത്തിൽ ജീവിച്ച വ്യക്തിയാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ആ വിൻസ്റ്റൺ ചർച്ചിൽ പറയാ, മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത, അടിവരയിട്ടോ അണ്ടർലൈൻ ചെയ്തോ, മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല. എങ്ങനെ? മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, ശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ചതിന്റെ പിന്നിൽ ഞാൻ നോക്ക്. സലാഹുദ്ദീൻ അയ്യൂബി, ഫലസ്തീൻ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ്, അൽ ഖുദ്സ്, അതിന്റെ വിപ്ലവം കേട്ടിട്ടില്ലേ? അതിൽ സലാഹുദ്ദീൻ അയ്യൂബി 1,20,000 ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെ ലൈബ്രറിയിൽ, ഹോം ലൈബ്രറി, 1,20,000 ഗ്രന്ഥങ്ങൾ. ഒരു വ്യക്തിയുടെ, നിങ്ങൾക്കറിയുമോ, ചില നദികൾ, ചില വലിയ നദികൾ മുസ്ലിങ്ങളോട് ശത്രുത പുലർത്തിയിട്ട് മറ്റുള്ള ശത്രുക്കൾ നശിപ്പിച്ച ലൈബ്രറികളിൽ നിന്നുള്ള ബുക്കുകൾ ചില പുഴകളിലേക്ക് ഒഴുക്കിയിട്ട് 6 മാസത്തോളം പുഴ ബ്ലോക്കായി പോയ ചരിത്രമുണ്ട്. കള്ളം പറയുകയല്ല, ചരിത്രം ആർക്കും പഠിക്കാവുന്നതാ. പഠിച്ചോ, ലോക ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്ക്. വിജ്ഞാനത്തിന് ഇസ്ലാം നോക്കണേ, ലോകത്ത് എത്ര വേദങ്ങൾ, എത്ര ഗ്രന്ഥങ്ങൾ വായിക്കൂ എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ഗ്രന്ഥം ആരോടാ ഇത് പറയുന്നത്? അക്ഷരജ്ഞാനമില്ലാത്തൊരു പ്രവാചകനോട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഖുർആനിലെ 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം. വചനത്തിൽ എന്താ പറയുന്നത്? വായിക്കുക പ്രവാചക, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടിനാഥന്റെ നാമത്തിൽ. അവിടെ 2 കാര്യം പഠിപ്പിച്ച ഇസ്ലാം. അല്ലമ ബിൽ കലം, ലോകത്ത് ദൈവം ആദ്യമായി പടച്ചതിനെ പറ്റി ഇസ്ലാം പറഞ്ഞ എന്തറിയോ? കലം, പേന. ലോകത്ത് ദൈവം ആദ്യമായി പടച്ച വസ്തു കലമാണ്. ഇസ്ലാം അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. വിജ്ഞാനം നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, പേനയും അതെഴുതുന്നതും തന്നെയാണ് സത്യം. 68-ാം അധ്യായം. പേനയുടെ പ്രത്യേകത, പേനയുടെ പഠന സാധ്യതകൾ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലമഹുൽ ബയാൻ, മനുഷ്യന് ബയാൻ പഠിപ്പിച്ചു, സംസാര വൈഭവം നൽകി, ലോകത്തിന്റെ ചരിത്രത്തെ അപഗ്രഥന സ്വഭാവത്തോടെ പഠിക്കാനുള്ള കഴിവ് നൽകി.
അതുകൊണ്ട് വായിക്കുക പ്രവാചക. വായിച്ചു അദ്ദേഹം, പഠിച്ചു അദ്ദേഹം, ലോകത്തെ നയിച്ചു അദ്ദേഹം. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സൊസൈറ്റിയെ 4 നൂറ്റാണ്ടിനുള്ളിൽ സംവിധാനിച്ചു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ശീലിച്ച് കോടികൾ സമ്പാദിച്ചൊരു തലമുറയെ ഒരു മുട്ടുസൂചി പോലും അന്യന്റെതെടുക്കില്ല എന്ന നിലവാരത്തിലേക്ക് കേരളത്തിൽ ഇസ്ലാം കടന്നു വന്ന ചരിത്രത്തെക്കുറിച്ച് ഒറ്റ വാക്ക് ഈ വിനീതം പറഞ്ഞോട്ടെ. മാലിക് ബിൻ ദീനാറും കൂട്ടരും കേരളത്തിൽ വന്നു, കൊടുങ്ങല്ലൂര് വന്നു. അതേ ചേരമാൻ പെരുമാളിന്റെ പള്ളി സ്ഥിതി ചെയ്യുന്ന ആ കൊടുങ്ങല്ലൂര് വന്നു. ആദ്യമായി ഞെട്ടിപ്പോയി ഇവിടുത്തെ ഹൈന്ദവർ. എന്തേ കാരണം എന്നറിയുമോ? ഹൈന്ദവർ വിദേശികൾ എന്ന നിലയിൽ, അറബികൾ എന്ന നിലയിൽ, നൂറ്റാണ്ടുകളുടെ കച്ചവട ബന്ധമുള്ളവരെന്ന നിലയിൽ അറബികളെ സ്വാഗതം ചെയ്ത് ഹൃദയം തുറന്ന് അവരവരെ സ്വീകരിച്ചു. എന്നിട്ടോ വിശാലമായ കൈരളിയുടെ മണ്ണിൽ, വിശാലമായ തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണിൽ അവരെന്ത് ചെയ്തു? ഇളനീരുണ്ടല്ലോ, ഇളനീര്, അത് വെട്ടിക്കൊണ്ടുവന്നതിന്റെ മുഖഭാഗം കട്ട് ചെയ്ത് ഈ മാലിക് ബിൻ ദീനാറിനും കൂട്ടരിനും വെച്ച് നീട്ടി. മുസ്ലിങ്ങളെ, കുത്തുപറമ്പിലെ മുസ്ലിങ്ങളെ, അന്യന്റെ സ്വത്ത് കൊള്ളയടിക്കുന്നവരെ, അറബ് രാജ്യത്ത് പോയി അറബിയെ കൊള്ളയടിച്ച് അറബിയെ യതീംഖാനെ ചേർത്തി തിരിച്ചു പോകുന്നവരെ, നിങ്ങൾ ആലോചിച്ചോളൂ. അന്യായമായ മാർഗത്തിൽ സമ്പാദിച്ച് കൊള്ള ചെയ്ത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് പൂഴ്ത്തിവെച്ച് അങ്ങനെ ജീവിതത്തിന്റെ നിഗലമണ്ഡലങ്ങളിൽ കോടികൾ സമ്പാദിച്ച് കോടികളിടയിരുന്ന് രാജകൊട്ടാരങ്ങളിലും സിംഹാസനങ്ങളിലും ശീതീകരിച്ച വാഹനങ്ങളിലും ചീറിപ്പാഞ്ഞു പോകുന്ന മുസ്ലിങ്ങളെ, മാലിക് ബിൻ ദീനാറും കൂട്ടരുവാരാ? നബിയുടെ ശിഷ്യന്മാർ. നബി എന്ന ഗുരുവിൽ നിന്ന് വിജ്ഞാന സാഗരങ്ങളെ നുകർന്ന് ആവോളം കുടിച്ച് ജീവിതത്തിന്റെ വൈജ്ഞാനിക നവോത്ഥാന മണ്ഡലങ്ങളിൽ ഉന്നത കുലജാതരായ അവർ കേരളത്തിൽ വന്നു. അവരുടെ മുമ്പിലേക്ക് ഇളനീര് വെച്ച് നീട്ടി. അവര് കൈ നീട്ടിയില്ല, വാങ്ങിയില്ല. അമുസ്ലിങ്ങൾ ആകെ ആശ്ചര്യപ്പെട്ടു. അവർ ചോദിച്ചു, എന്തേ? മാലിക് ബിൻ ദീനാറും കൂട്ടരും ചോദിച്ചു, ഇത് ആരുടേതാണ്? ഈ ഇളനീര് ആരുടെ പറമ്പിലേതാണ്? ആരുടെ തെങ്ങിലേതാണ്? ആ മുതലാളി അംഗീകരിച്ചിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണോ ഇത്? അല്ല, നിങ്ങൾ കേവലം തൊട്ടടുത്ത പറമ്പിൽ നിന്ന് പറിച്ചതാണോ? എങ്കിലും ഞങ്ങൾക്കത് ആവശ്യമില്ല. ആ പാനീയം പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്കത് ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ പ്രവാചകനെ ഒരു ജൂത സ്ത്രീ ക്ഷണിച്ചിട്ട് ഉന്നതമായ ഭക്ഷണം വിളമ്പി. അങ്ങനെ ആ പ്രവാചകന്റെ കൈകൾ ഭക്ഷണത്തിലേക്ക് നീളാതെ പിടിച്ചു നിന്നു അദ്ദേഹം. എന്നിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു, അല്ലയോ ഉമ്മ, ഈ ഭക്ഷണം അന്യന്റെ സമ്പാദ്യമാണോ? ഹറാമാണോ? അനുവദനീയമാണോ? നല്ല മാർഗത്തിൽ സമ്പാദിച്ചതാണോ? സത്യസന്ധതയോടുകൂടി സമ്പാദിച്ചതാണോ? അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, എന്താ പ്രവാചക, അതല്ലാത്തത് ഞാൻ കഴിക്കില്ല, ഹറാമായത് കഴിക്കില്ല, അന്യന്റെ ഭക്ഷണം ഞാൻ കഴിക്കില്ല, എനിക്കത് പാടില്ല. ലോകത്തിന് മാതൃക കാണിക്കാൻ വന്ന പ്രവാചകനാ ഞാൻ. അതുകൊണ്ട് എന്റെ വയറിലേക്ക് അന്യന്റെ സ്വത്തിലെ ഒരു കടുക് മണി പോലും എന്റെ വയറ്റിലെത്തില്ല. ആ പ്രവാചകനാണ് ഇവരുടെ നേതാവ്. അല്ലാതെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് അനാഥ മക്കളുടെ ഫോട്ടോ എടുത്ത് ബ്രൂണോ സുൽത്താന്റെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ച് 1,20,00,000 കാറിൽ വിലസുന്ന ഉലമമാരുടെ നേതൃത്വമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം. മനസ്സിലാക്കണം. 7 ദീനാറ് ദാനം ചെയ്ത് ലോകത്തോട് വിട പറഞ്ഞ വിശ്വാചാര്യന്റെ കഥ, അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ കഥ, അത് പറയുന്ന കൂത്തുപറമ്പിന്റെ മണ്ണിൽ നിന്റെ അനുഗ്രഹം അത് ഒരുപാട് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നാഥ ആ പ്രവാചകനെ ഞാൻ ഇവിടെ അവതരിപ്പിക്കും. നിങ്ങൾ ആലോചിക്കണം. മാലിക് ബിൻ ദീനാറും കൂട്ടരും വാങ്ങിയില്ല. സ്രോതസ് അറിഞ്ഞതിന് ശേഷമല്ലാതെ അവര് ഭക്ഷണം കഴിച്ചു. കേട്ടോളൂ നിങ്ങൾ, ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഈർക്കൽ, പല്ലിൽ തോണ്ടാൻ തെങ്ങോലയിലെ ഈർക്കൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ ഇവിടെയൊക്കെ പറയാ. ആ ഈർക്കൽ കൊണ്ടുവന്ന് കൊടുത്തു പല്ല് കുത്താൻ. ഈർക്കൽ വാങ്ങിയില്ല അവര്. ഈ ഈർക്കൽ ഏത് തെങ്ങോലയിൽ ആരുടെ പറമ്പിൽ നിന്ന് അനുവദിക്കപ്പെട്ടതാണോ? അങ്ങനെ ഒരു സമൂഹത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ഹിന്ദുക്കൾ ഇഷ്ടപ്പെടുവോ? ഞാൻ തുറന്നു ചോദിക്കുന്നു നിങ്ങളോട്. കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങനത്തെ ഒരു മനുഷ്യനെ നീ ഇഷ്ടപ്പെടുവോ? എങ്കിൽ അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ആ ഇസ്ലാം എന്തേ ലോട്ടറി? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനതയിൽ 23 കൊല്ലത്തിനിടയിൽ ഒരൊറ്റ കുട്ടിയും ലോട്ടറി വാങ്ങാത്തൊരു സമൂഹം ലോകത്തുണ്ടോ? മുഹമ്മദ് നബി വാർത്തെടുത്ത സമൂഹമല്ലാതെ. സഹോദര നബി, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ, മദ്യവും ലോട്ടറിയും നിങ്ങൾക്ക് പാടില്ല, ഹറാമാണ്, പൈശാചികമാണ്, നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതിന് പ്രസക്തി കൂടിയതാണോ കുറഞ്ഞതാണോ?
നിഷേധിക്കരുത് കേട്ടോ. മനസ്സ് തോന്നും, എടാ തരക്കേടില്ലാത്തൊരു സംഗതി തന്നെ അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ പാർട്ടിയൊക്കെ താഴെ പോയി വിചാരിക്കണ്ട, നല്ലതിലേക്ക് ക്ഷണിച്ച ആർക്കും വരാം. നമ്മളെപ്പോഴും നല്ലതല്ലേ. നമ്മളിപ്പോ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന എന്താ, മറ്റു പാർട്ടികളെക്കാൾ ഇത് നല്ലത് എന്നുള്ളതുകൊണ്ടല്ലേ. അത് നല്ലതല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതിന്റെ എടുത്തൂടെ. ഒരു ബൈക്ക് നോക്കി, ഈ ബൈക്കിനേക്കാൾ നല്ലൊരു ബൈക്ക് അടുത്ത ഷോപ്പിലുണ്ടെന്ന് കേട്ടാ, എനിക്ക് ഞാനും എന്റെ പാർട്ടിക്കാർ പറഞ്ഞ് ബൈക്ക് എടുക്കാനാ എന്ന് വിവരമുള്ള ആരെങ്കിലും പറയോ? നല്ലത് നോക്കി എടുക്കുക അല്ലാതെ. ഒരു ഡ്രസ്സ് എടുക്കാൻ ടെക്സ്റ്റൈൽസ് ചെന്നു, ഒരുത്തൻ എടുക്കേണ്ടിട്ട് ഒരു കള്ളി ഷർട്ടും കെട്ടിട്ട് ഇത് എടുത്തു പറഞ്ഞു. നമ്മൾ എടുക്കുവോ? ഇല്ല. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഇണങ്ങണം. മതത്തിന്റെ കാര്യത്തിൽ മാത്രം എന്തേ അത് പറ്റാത്തത്? അവിടെയാണ് ചിന്തിക്കേണ്ടത്. എന്തിനു വെറുക്കണോ ഇതിനെ? എന്തിനാ ഇതിനെ വെറുക്കേണ്ടത്? എവിടെയാ ഇത് വെറുക്കേണ്ടത്? പരിശോധിക്ക്. ജീവിതത്തിന്റെ ഏത് മേഖല ഇപ്പൊ നോക്കൂ. കൈവെട്ട് വിവാദം, പ്രവാചകന്റെ ഓരോ രംഗം നിങ്ങൾ എടുത്തോ, ഓരോ കാര്യം എടുത്തോ. പ്രവാചകൻ ആരാ? നിങ്ങൾ ഒരു കാര്യം, എനിക്ക് ഇവിടുത്തെ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളും, മുഹമ്മദ് നബി എന്നെ പോലെ നാട്ടിലൊരു പൗരനായി ജീവിച്ച ആളല്ല. പോപ്പുലർ ഫ്രണ്ടിലെ ഓരോ മെമ്പർമാരെ പോലെ ഒരു രാജ്യത്തെ പൗരനല്ല മുഹമ്മദ് നബി. ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഇപ്പൊ മൻമോഹൻ സിംഗിന്റെ സ്ഥാനത്ത് ഈ കൂത്തുപറമ്പിൽ ഒരു സാധാരണക്കാരനെ കാണാൻ കഴിയുമോ? നിങ്ങൾ പറ. മൻമോഹൻ സിംഗ് അല്ലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി. ആ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ അധികാരാവകാശങ്ങൾ എനിക്ക് ഉണ്ടാവോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ DGPക്കോ IGക്കോ അതിന്റെ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കോ, പോലീസിന്റെ ഏറ്റവും ഉന്നത അധികാരിക്കോ ഉള്ള അവകാശം എനിക്കുണ്ടോ? ഞാൻ ഈ ജുബ്ബക്കുപ്പായവും താടിയും നെട്ടി AK-47 ആയിട്ട് കൂത്തുപറമ്പിലെ സ്റ്റേജിലേക്ക് കയറി വന്നാലോ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുണ്ടോ? നേരെ മറിച്ച് യൂണിഫോമിൽ IG AK-47 ആയിട്ട് ഇങ്ങോട്ട് കയറി വരികയാണെങ്കിലോ റെസ്പെക്ട് ചെയ്ത് കസേരയെ കൊണ്ടുപോയി നിർത്തും. വ്യത്യാസം മനസ്സിലാക്കണം. ഒന്നാമതായി നിങ്ങൾ അറിയുക, ഇസ്ലാമിലെ യുദ്ധങ്ങളെല്ലാം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി നയിച്ച യുദ്ധമാണ്. അടിവരയിട്ട് മനസ്സിലാക്കിയ മുഹമ്മദ് നബി ഏതെങ്കിലും ഒരു നാട്ടിലെ പഞ്ചായത്തിൽ ജീവിച്ച ഒരു നാടൻ മനുഷ്യനല്ല, ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരി. അന്നത്തെ ലോകത്തിന്റെ, അറബ് ലോകത്തിന്റെ പാതിയിലധികം ഭരിച്ച ഒരു ഭരണാധികാരി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏക ആത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഭരണാധികാരി. ആ ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനം ഒരു പൗരനുമായതിനെ കൂട്ടിക്കൊയക്കരുത്. ഞങ്ങൾക്ക് വേർതിരിച്ചു മനസ്സിലാക്കി തരാം. ഇസ്ലാമിൽ ആയുധമേന്തിയ 3 പ്രവാചകന്മാരേ ഉള്ളൂ. 3 പ്രവാചകന്മാർ. 1.25 ലക്ഷത്തോളം അംബിയ മുർസലീങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും. ഈ 1.25 ലക്ഷം പ്രവാചകന്മാർ, അതിൽ വെറും 3 ആള്, 5-ൽ താഴെ നോക്കണം നിങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകളെ അവരാരും ആയുധം എടുത്തില്ല. ആരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മതത്തിന്റെ പ്രവാചകന്മാരായി പരിചയപ്പെടുത്തുന്ന 1.25 ലക്ഷത്തോളം ആളുകൾ വന്നിട്ട് വെറും 3 ആളെ ആയുധം എടുത്തിട്ടുള്ളൂ. ആ 3 ആൾ ആരാ? ആ 3 ആള് രാജ്യം ഭരിച്ച ഭരണാധികാരി. അമേരിക്കൻ പ്രസിഡന്റ് ഒരു പട്ടാളത്തെ ചൈനയിലേക്ക് അയച്ച ആരെങ്കിലും ഇതിനെ കുറ്റപ്പെടുത്തുവോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ബോർഡറിലേക്ക് ഒരു പട്ടാളത്തെ നിയമിച്ചാൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുവോ? മുഹമ്മദ് നബി പട്ടാളത്തെ നിയമിച്ച കണ്ടോ വർഗീയത, തീവ്രവാദം? വിവരമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ചരിത്രവും ബോധവും രാഷ്ട്രബോധവും ഇല്ലേ? ഒരു പ്രധാനമന്ത്രി എടുക്കുന്ന തീരുമാനം, ഒരു പട്ടാളത്തിന്റെ മേധാവി എടുക്കുന്ന തീരുമാനം, ഒരു നാടൻ മനുഷ്യനെടുത്ത തീരുമാനത്തോടാ കൂട്ടിക്കൊയക്കണത് ആണോ? ഇത് മുസ്ലിങ്ങൾ ഓർക്കണം, അമുസ്ലിങ്ങൾ ഓർക്കണം. മുഹമ്മദ് നബി ആരാ? ഒരു യൂണിറ്റ് പ്രസിഡന്റ് അല്ല, ഒരു ജില്ലാ സെക്രട്ടറി അല്ല, ഒരു സ്റ്റേറ്റ് സെക്രട്ടറി അല്ല, ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി, രാജാവ്. മനസ്സിലാവണുണ്ടോ? അങ്ങനെയുള്ള 3 ആളുകളെ ഞാൻ പറഞ്ഞു. ആ 3 ആളുകളും രാജ്യം ഭരിച്ച ഭരണാധികാരികളായിരുന്നു. ഭരണാധികാരികളല്ലാത്ത ആരും ആയുധം എടുത്തിട്ടില്ല. ഇത് ഇസ്ലാമിക സമൂഹം പ്രത്യേകം മനസ്സിലാക്കിക്കോ. ഇല്ല, ഇസ്ലാം ആയുധം എടുക്കാൻ പഠിപ്പിച്ച മതമല്ല, ആയുധം എടുത്തവനെ കൊണ്ട് താഴെ ഒപ്പിച്ച മതം. ആയുധം എടുപ്പിക്കാൻ ആർക്കാ കഴിയാത്തത്? വികാരഭരിതമായി പ്രസംഗിച്ചാൽ മതി. ഈ നോക്കി നിൽക്കുന്ന നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് തമ്മിൽ തല്ലി കൊന്ന് കൊരവിളി നടത്തുന്നവരാക്കാൻ എനിക്ക് പ്രസംഗം കൊണ്ട് കഴിയും. ഇനി ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മതി. പക്ഷേ അത് മനുഷ്യനെ ചേർന്നതല്ല. അതാ അവിടെ പലരും ചെയ്യുന്നത്. പ്രസംഗിക്കാൻ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? 1000 കുതിരശക്തിയുള്ള പ്രസംഗങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ നടത്തുന്നുണ്ട് ഇവിടെ. പക്ഷെ അതൊന്നും ഇപ്പൊ നോക്കൂ, ഞാൻ എപ്പോഴും ചിന്തി മായുധനി നീ നോക്കൂ, സമദാനി നീ, ലാൽ കൃഷ്ണ അദ്വാനി നീ, ഈ പറഞ്ഞതിൽ അബ്ദുൽ സമദ് സമദാനിയും മായുധനിയും ഒരേ പ്രാസംഗികരാ. ഇന്ന് വരെ അബ്ദുൽ സമദ് സമദാനിയെ RSSകാർക്ക് വെറുക്കാൻ തോന്നിയിട്ടുണ്ടോ? എന്താ തോന്നാത്തത്? RSSകാരുടെ അതുപോലെ ഇവിടുത്തെ ഹൈന്ദവരുടെ ക്ഷേത്രത്തിൽ വിളിച്ച് സമദാനി പ്രസംഗിക്കുന്നു. സമദാനിയുടെ പ്രസംഗവും മായുധനിയുടെ പ്രസംഗവും രണ്ടും രണ്ടാ. ലാൽ കൃഷ്ണ അദ്വാനിയുടെ പ്രസംഗവും അതുപോലെ ഗുരു നിത്യ ചൈതന്യ യതിയുടെ പ്രസംഗവും രണ്ടും രണ്ടാ.
ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കണം. ഒന്ന് ഭീകരവാദവും ഒന്ന് തീവ്രവാദവുമാണ്. അത് പേര് മുസ്ലിമായോ അമുസ്ലിമായോ എന്നല്ല, നമ്മൾ വസ്തുത മനസ്സിലാക്കുക. നമുക്ക് ഒരു ഹിന്ദു പേര് കേട്ട വേദാറാണ്ട കാര്യമില്ല. അയാൾ അതാണ് അതല്ലേ സത്യമേവ ജയതേ യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് വിജയം. എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് വിജയം. സത്യമേ ജയിക്കാവൂ. ഇതാണ് വേദത്തിന്റെ കാര്യം. ഹിന്ദു ജയിക്കണം എന്നല്ല, മുസ്ലിം ജയിക്കണം എന്നല്ല, ഈ സത്യം ജയിക്കണം. ഒരു ഹിന്ദുവിന്റെ മനസ്സിൽ അതേ ഉണ്ടാവൂ. സത്യം മുസൽമാന്റെ ഭാഗത്താണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാനൊരു ചരിത്രം പറയാം. ബഷീർ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം, അയാൾ മോഷ്ടിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ആ നബി ജീവിച്ചിരിക്കുമ്പോ, എന്റെ ബഹുമാന്യരെ, പ്രിയങ്കരരെ, ഈ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് അസൂയ തോന്നുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ സൗഭാഗ്യമല്ലേ കൂത്തുപറമ്പിൽ, അല്ലേ? നിങ്ങൾ കേൾക്കട്ടെ, നിങ്ങൾ ചിന്തിക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജ്യം ഭരിച്ചിരുന്ന കാലം ബഷീർ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം ചെറുപ്പക്കാരൻ മോഷ്ടിച്ചു പടയങ്കി. മോഷ്ടിച്ച് പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോ അയാൾ എന്ത് ചെയ്തു എന്നറിയോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഒരു ജൂതന്റെ വീട്ടിലേക്ക് അയാളെ മുറ്റത്തേക്ക് അതങ്ങിട്ടു. സാഹചര്യ തെളിവുകളും എല്ലാ സിറ്റുവേഷനും ജൂതനെതിരെ. പ്രവാചകൻ പച്ചയായ ഒരു മനുഷ്യനാണ്. സോളിഡ് എവിഡൻസ്, ഐ വിറ്റ്നസ്, ഇതൊക്കെ കോടതിക്ക് പ്രധാനമാണ്. സൗദി അറേബ്യയിലെ കോടതി ഉണ്ടായിരുന്നു, സിവിൽ ഉണ്ടായിരുന്നു, ക്രിമിനൽ ഉണ്ടായിരുന്നു, ഇന്നുണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ പ്രവാചകന്റെ മുമ്പിൽ ഈ കേസെത്തിയപ്പോ എല്ലാം ജൂതന്റെ തൊണ്ടി സൈതാണ് പിടിച്ചത്. ജൂതൻ ഇങ്ങനെ എടുത്തിരിക്കുന്നതാണ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ വിറ്റ്നസ്, അതുപോലെ എല്ലാ തെളിവുകളും ജൂതനെതിരെ. പ്രവാചകൻ പച്ചയായ മനുഷ്യനാ, അദ്ദേഹം വിധി നടപ്പാക്കാൻ പോവാണ്. കേട്ടോ ഇസ്ലാം എന്താ? മുഹമ്മദ് നബി കെട്ടിയുണ്ടാക്കിയാണോ ഖുർആൻ അല്ലേന്ന് ബുദ്ധി കൊടുത്ത് ആലോചിക്കുക. ആ സമയത്ത് ഗബ്രിയേൽ എന്ന മാലാഖ വരികയാണ്. മുഹമ്മദ്, നീതിവിരുദ്ധമായി വിധിക്കാനല്ല ദൈവം നിന്നെ അയച്ചത്. ശ്രദ്ധിച്ചോ, അടിവരെ കിട്ടോ. നീതിനിഷ്ഠമായി വിധിക്കാനാ അയച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. അതേ നോക്കൂ, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അദിലു ഹുവ അഖറബു ലിത്തഖ്വാ വലൗ വലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖറബീൻ. ഖുർആനിലെ 5-ാം അധ്യായം 8-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 135-ാമത്തെ വചനം. സ്വന്തം ബാപ്പാക്കെതിരാണെങ്കിലും സ്വന്തം ഉമ്മാക്കെതിരാണെങ്കിലും സ്വന്തം മാതാപിതാക്കൾക്കോ കുടുംബത്തിലോ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്കാർക്കോ എതിരാണെങ്കിലും നീതിക്ക് വേണ്ടി നിലകൊള്ളണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുഹമ്മദ് നബിയെ